ചിലർക്ക് അള്ളാഹു മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ VVIPകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ VVIPകളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആ കൂട്ടത്തിൽ പെട്ടൂടെ? 3 കാര്യം ചെയ്താൽ മതി, കൂടുതലൊന്നും വേണ്ട. 3 കാര്യം ചെയ്താൽ ഇങ്ങനെയുള്ള മരണം കിട്ടും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തൂടെ? ആ 3 കാര്യം പറഞ്ഞു തരട്ടെ? വേണമെന്നുള്ളവരൊന്ന് കൈവക്കിക്ക്. 10:55 ആകുമ്പോൾ ഞാൻ പറയും കേട്ടോ. എത്ര മണിക്ക്? 11 മണിക്ക് വഴുതു നിർത്തും. 10:55 ആകുമ്പോൾ ആ 3 കാര്യം പറയും. ആവശ്യമുള്ളവ ഇരുന്നാൽ മതി, അല്ലാത്തവൻ പൊക്കോളി. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ്റെ മരണത്തിൻ്റെ രംഗമാണ് ഞാൻ പറഞ്ഞേ. മരണത്തിൻ്റെ രംഗം പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ റൂഹ് പിടിച്ചു. നല്ല മനുഷ്യൻ്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണ്, മോശമായ ഒരു മനുഷ്യൻ്റെ റൂഹ് പിടിക്കുന്ന ഇതൊക്കെ നമുക്കറിയാം, ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും മലക്കുകൾ മുഴുവനും ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ ഓതി സ്വലാത്തുകൾ പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാ അതാ മലക്കുകൾ ഇറങ്ങി വരികയാണ്. പടച്ചവനെ വല്ലാത്ത ചിരിക്കുന്ന മുഖത്തോടെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ടാണ് അവര് കടന്നു വരുന്നത്. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവരിങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പാത്രത്തിൽ നിന്ന് വെള്ളം ചരിക്കുന്നത് പോലെയാണ് അവന്റെ റൂഹ് പിടിക്കുന്നത്. എണ്ണക്കകത്ത് കിടക്കുന്ന നൂല് വലിച്ചെടുക്കുന്നത് പോലെ മയമായിട്ടാണ് അവന്റെ റൂഹ് പിടിക്കുന്നത്. ആ സമയത്ത് മലക്കുകൾ അവന്റെ ചാരത്ത് നിന്നിട്ടവന് അതാ സ്വാഗതമരുളുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, ഇലാ റബ്ബികി റാളിയതൻ മർളിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്കുകളെ സ്വാഗതം പറയുകയാണ്. പടച്ചവനെ, അവരാനതാ മനുഷ്യനേതാ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹതാ പിടിക്കുകയാണ്. അവസാനം അത് പടച്ചവനെ 3 ആകാശത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് കോടാനികോടി മലക്കുകള് 2 ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം അല്ലാഹുവിന്റെ മുന്നില് അവിടെ നിന്ന് ഇല്ലീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുചെല്ലുകയാ. പ്രവാചകൻ അവിടെ നിന്ന് പറയുന്ന മോശമായ ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ മലക്കുകളെ കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാണ്. അല്ലാഹുവേ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങളെ ചാകുന്നത് പോലെ കണ്ണു തള്ളിയിട്ട് വായിലൂടെ നുരയും പതകിമൊലിപ്പിച്ചിട്ട് അവൻ ഈ ലോകത്തോട് യാത്ര പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നാട്ടുകാർ മുഴുവനും വന്ന് കണ്ടുകഴിഞ്ഞു. പള്ളിക്കാട്ടിലെ കബർ ഒരുങ്ങി. അല്ലാഹുവേ, മയ്യത്ത് കട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ സദസ്സിലിരിക്കുന്നവര് നാളെ ദുഹറിന്റെ സമയത്ത് നിന്റെ വീട്ടിൽ നടക്കുന്ന രംഗമാണ്. അല്ലാഹുവേ, ഇന്ന് വയല് കഴിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നാളെ രാവിലെ പടച്ചവര് കുറ്റിത്തെരുവ് പള്ളിക്കട മിനാരത്തിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, നാളെ നിന്റെ വീട്ടിലെ ടാർപ്പ വലിച്ചു കെട്ടുകയാ. നിന്റെ കുടുംബക്കാരെ മുഴുവനും നിന്നെ കാണാൻ വരികയാണ്. അവസാനം മയ്യത്ത് കെട്ടില് കൊണ്ടുവന്നു, കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു. ഉസ്താദന്മാര് ദുആ ചെയ്തു. നിന്റെ ജനാസ റബ്ബേ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുചെല്ലുകയാ. അതാ പള്ളിയിലേക്ക് കൊണ്ടുചെന്നു. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. പിന്നെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് ഇറക്കുമല്ലോ. നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ മുൻകറും നക്കീറും വരുന്നതിന് മുമ്പ് ഖബറിലേക്ക് മുൻകറും നക്കീറെന്ന് പറയുന്ന 2 മലക്കുകളുണ്ടല്ലോ. അവര് ഖബറിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ഞാനും നിങ്ങളും നേരിടേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ മലക്കുകൾ ഖബറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചില കാര്യങ്ങൾ നേരിടേണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് കാണേണ്ടവര് മുഴുവനും കണ്ടു കഴിഞ്ഞു. അതാ മയ്യത്ത് കെട്ടിനകത്തിരിക്കുന്ന സ്ട്രെച്ചറിനകത്ത് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് അല്ലാഹുവേ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒന്നാമതായി നടക്കുന്ന സംഭവം എന്തെന്നറിയുവോ? മഹാനായ ജാബിർ റളിയല്ലാഹു തആല പറയുകയാ, ആ മയ്യത്തിനോട് ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒന്നാമത്തെ രംഗം എന്തെന്നറിയുമോ? എല്ലാ മയ്യത്തിനോടും ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറുപ്പക്കാരാ, നാവുണ്ടടാ, ഖബറിന് സംസാരിക്കുന്ന നാവുണ്ട് പൊന്നുമോരെ. ഖബർ ഒരുപാട് കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്നുണ്ട്. പള്ളിക്കാട്ടിൽ പലരെയും കൊണ്ടുപോയി നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്ന എത്രയോ പേരുടെ പച്ച ശരീരം കൊണ്ട് മണ്ണിൽ കുടിച്ചിട്ടവനല്ലോ. ആ പള്ളിക്കാട്ടിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് നിനക്ക് എവിടെയോ 6 അടി മണ്ണിന്റെ സ്ഥലമുണ്ടടാ. ആ ഖബർ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നീ കേൾക്കാനിട്ടാ ചെറുപ്പക്കാരാ, നീ കേൾക്കാനിട്ടാണ് വാപ്പോ. നിനക്കത് കേൾക്കാൻ സമയമില്ലല്ലോ. അവിടെ നിന്നല്ലേ രാഷ്ട്രീയം പറയുന്നത്, അവിടെ നിന്നല്ലേ പച്ചയിറച്ചി നിന്നുന്നത്, അവിടെ നിന്നല്ലേ നീ തമാശ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. മഹാനായ അലിയാരി തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യം പറഞ്ഞാൽ 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും, 30 വർഷം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് അലിയാരി തങ്ങൾ പറഞ്ഞു തരുമ്പോ അതിലെ ഒരു സ്ഥലം ഏതെന്നറിയുവോ? ഖബർസ്ഥാനാണ് ചെറുപ്പക്കാരോ. പള്ളിക്കാട്ടിൽ പോയി നിന്ന് സംസാരിക്കല്ലോ. 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണ് പൊന്നുപോരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ചിരിക്കല്ലേടോ, അവിടെ നിന്ന് തമാശ പറയല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പള്ളിക്കാട്ടിൽ നിന്ന് ചിരിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുമോ? ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോ കുറ്റിത്തെരുവ് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. എങ്ങനെയാ കടന്നു വരുന്നത്? പട്ടിയുടെ കോലത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഖബർ പള്ളിക്കാട് നിനക്ക് തമാശ പറയാനുള്ളതല്ലോ, നിനക്ക് ചിരിക്കാനുള്ളതല്ലോ, രാഷ്ട്രീയം പറയാനുള്ളതല്ലോ, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. ആ പള്ളിക്കാട്ടിൽ നിന്ന് കരയേണ്ട സ്ഥലമാണ്. അല്ലാഹുവേ, പ്രവാചകനവിടുന്ന് പറയുകയോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, ആ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിലേ, ആ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കില് ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയളിരിബു അലാ സദരി. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചെങ്ങാട് നീ അറിഞ്ഞിരുന്നെങ്കിലോ, നീ ഭക്ഷണം കഴിക്കൂല, നീ വെള്ളം കുടിക്കൂല, നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ചിട്ടല്ലാതെ നിനക്കതിന് കഴിയില്ല എന്ന് പ്രവാചകനവിടുന്ന് പറഞ്ഞു തരുമ്പോ, കളിക്കണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ, ഖബർ നിനക്ക് ചിരിക്കേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ
കൂടുതൽ കരഞ്ഞത് അതാ മരണത്തെ കുറിച്ച് ഓർത്തിട്ടില്ല, പരലോകത്തെ കുറിച്ച് ഓർത്തിട്ടില്ല, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ടില്ല, വിചാരണയുടെ രംഗത്തെ കുറിച്ച് ഓർത്തിട്ടില്ല, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴും അറിയുമോ? അത് ഖബർ കാണുന്ന സമയമായിരുന്നു പൊന്നുപോരെ, അത് ഖബർ കാണുന്ന സമയമായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖബർ നമ്മളോട് സംസാരിക്കുകയാണ്. പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടന്നവരെ, നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് ജനങ്ങൾ ചുമന്നുകൊണ്ടിറങ്ങുകയാണ്. നിന്റെ വാപ്പയുണ്ട്, നിന്റെ കൂടപ്പിറപ്പുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, എല്ലാവരും നിന്റെ ജനാസ ചുമന്നുകൊണ്ടിറങ്ങുമ്പോ ഖബർ വിളിക്കുന്ന എടാ വൃത്തികെട്ടവരെ, എടാ അഹങ്കാരി, ഇന്നെന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമടാ, സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. ഒരുപാട് നിന്നെ ഉപദേശിച്ചതല്ലേ, ഒരുപാട് നിന്നോട് നികരണം എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാ. എന്റെ പ്രിയമുള്ളവരെ, ഓരോ മയ്യത്തിനോടും ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാസ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ ആദ്യം ആ മനുഷ്യനോട് സംസാരിക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഉറക്കെ നബിയിനാ റസൂലുള്ളാഹി. നമുക്കെല്ലാവർക്കും കേൾക്കാം, അല്ലാഹു കേൾക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നീ വിചാരിച്ച ഓരോ മനുഷ്യനെയും പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിടാൻ വെറുതെ അല്ല അല്ലാഹ് അതിങ്ങനെ പറഞ്ഞിരിക്കണേ. കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞത്, എടാ കുഴിച്ചിടുമ്പോ നീ ഒരു ദിവസം ഇങ്ങനെ പോകേണ്ടവനാ. നീ ഇനി മുതൽ പള്ളിക്കാട്ടി പോകുമ്പോ ചിന്തിക്കണം, നിന്നെ എവിടെയോ അല്ലാഹു സൃഷ്ടിക്കാൻ ഒരു പിടി മണ്ണ് വാരിയ സ്ഥലമുണ്ട്. ആ സ്ഥലം നിന്നോട് പറയുന്നുണ്ട്, സിറാജേ നേരെ ചൊവ്വ നടന്നോടാ, നീ ഇങ്ങോട്ട് വരാനുള്ളവനാ. എന്റെ മുകളിലൂടെ നീ അഹങ്കരിച്ച് നടന്ന അവസാനം എന്റെ വയറ്റി വരുമ്പോ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അള്ളാഹുവിന്റെ റസൂൽ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മയ്യത്തിനോട് ആദ്യമായിട്ട് ഖബറാണ് സംസാരിക്കുന്നതെന്ന് നബിയിനാ റസൂലുള്ളാഹി. നബിയിനാ റസൂലുള്ളാഹി. അങ്ങനെ ഖബർ സംസാരിക്കുന്നു. അതുകൊണ്ട് ആ മൃഗങ്ങൾ പള്ളിക്കാട്ടി നിൽക്കാത്ത, ഓടാ കയറും പൊട്ടിച്ചിട്ട് ഓടാ നിൽക്കാ. കാരണം എന്തേ? ചുമന്നുകൊണ്ട് പോകുന്ന വാപ്പയുടെ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന മക്കളോട് വാപ്പ പറയാ, മോനെ കൊണ്ടുപോകല്ലേടാ, എന്നോടൊരല്പമെങ്കിലും നിനക്ക് ദയയും സ്നേഹം ഉണ്ടെങ്കിൽ ഉപ്പാനെ കൊണ്ടുപോയി ആ കുഴിയിടല്ലേ. ഇങ്ങനെ ഉപ്പ വിളിച്ചു പറയാ. ഉപ്പാടെ ആത്മാവ്, ഉമ്മാന്റെ ആത്മാവ്, സഹോദര നിന്റെ കൂട്ടുകാരന്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയും. അത് കാണാൻ വയ്യാത്തോണ്ടാ മൃഗങ്ങളൊക്കെ ഓടുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ജനാസ കൊണ്ടുപോയി ഇനി എത്ര പറഞ്ഞാലും ഒരാളും നിന്നോട് കരുണ കാണിക്കില്ല. കൊണ്ടുപോയി അകത്തോട്ടിടും, കൊണ്ടുപോയി അകത്തോട്ടിടും. അള്ളാഹുവേ ഒരു പിടി മണ്ണ് വാരി വെച്ചു, പലകയെടുത്ത് നിരത്തി. പിന്നെ മത്സരമാണ് മണ്ണ് വാരിയിടാൻ. അള്ളാഹുവേ മണ്ണുവാരിയിടാൻ എന്തോ വലിയൊരു ആഘോഷം പോലെയാ. പച്ചയായ ഒരു മനുഷ്യന്റെ ശരീരത്തേക്ക് മണ്ണുവാരിയിടുമ്പോ രണ്ടാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഞാനും നിങ്ങളും കേൾക്കാൻ പോകുന്ന രണ്ടാമത്തെ രംഗം എന്തെന്നറിയുമോ? തമാശയല്ല ചെറുപ്പക്കാരാ, തമാശയല്ല പെങ്ങളേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുന്നു, രണ്ട് പള്ളിക്കാട്ടിൽ കിടക്കുന്ന സർവ്വ ഖബറാളികളും നിന്നോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. പള്ളിക്കാട്ടിലെ സർവ്വ ഖബറാളികളുടെ സംസാരവും നമുക്ക് കേൾക്കാ ചെറുപ്പക്കാരാ. ഒരുപാട് പേരുടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കിയവനല്ലേ, ഒരുപാട് പേരുടെ ജനാസ ഞാനും നിങ്ങളും കൊണ്ടുപോയി ഖബറടക്കിയവരല്ലേ. നിന്റെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചിട്ട് എല്ലാവരും മണ്ണ് വാരിയിടുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടന്ന മനുഷ്യനാണെങ്കിൽ അവനെ വിളിക്കുന്ന, എടാ വൃത്തികെട്ടവരെ, എടീ വൃത്തികെട്ടവളെ, എടാ നശിച്ചു പോയവരെ. അല്ലാഹുവേ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾ മുഴുവനും അവിടുന്ന് കരഞ്ഞുകൊണ്ട് നിന്നെ ശപിക്കുകയാ. എന്തിനാണ് ശപിക്കുന്നതെന്നറിയുമോ? അവര് ചോദിക്കുന്നു, എടാ നീയല്ലേടാ എന്റെ മയ്യത്ത് കുളിപ്പിച്ചത്, നീയല്ലേ എന്റെ ജനാസ പൊതിഞ്ഞത്, നീയല്ലേ ഖബറിന്റെ അകത്തിന്റെ ജനാസ ഇറക്കി വെച്ചത്, എനിക്ക് ഖബർ വെട്ടിയത് നീയായിരുന്നില്ലേടാ. എടാ എനിക്ക് തൗബ ചെയ്യാ സമയം കിട്ടിയില്ല, എനിക്ക്
ഞാനോട് ചെയ്തു പോയ പാപങ്ങളും നീ ഏറ്റുപറയാ സമയം കിട്ടിയില്ല. നിനക്കല്ല ഒരുപാട് അവസരം തന്നല്ലോ, ഒരുപാട് ചാൻസ് തന്നല്ലോ. എടാ ഒരു അസ്തഗ്ഫിറുല്ലാ പറഞ്ഞാ മതിയായിരുന്നല്ലോ. അല്ലാഹു നിന്റെ പാപം മുഴുവനും പുറത്തു തരുമായിരുന്നല്ലോ. പറഞ്ഞില്ലല്ലോടാ. നീ ഒരു തൗബ ചെയ്യാതെ മരിച്ചു പോയല്ലോടാ. നിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾ മുഴുവനും നിന്നെ ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്തിട്ട് മരിക്കാവോ? തൗബ ചെയ്തിട്ട് മരിച്ചാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മജ്ലിസിനോട് മജ്ലിസിനോട് ഓതിയ സദസ്സാണ്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ അവസാനം ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ മുന്നിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത് തൗബ ചെയ്തിട്ട് പിരിയാ. ഈ സദസ്സിൽ നിന്ന് തൗബ ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്ന ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ ഇന്ന് രാത്രി മരണപ്പെട്ട ആ മനുഷ്യന്റെ ജനാസ നാളെ കുറ്റിത്തെരുവ് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ മറ്റുള്ള ഖബറാളികൾക്ക് നാളെ പെരുന്നാളിന്റെ ആഘോഷമോ, അവർക്ക് വല്ലാത്ത സന്തോഷമോ. നാളെ ഉത്സവമാണ് ചെറുപ്പക്കാരോ. തൗബ ചെയ്ത ഒരു മനുഷ്യന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ ഖബറാളികൾക്ക് വല്ലാത്ത സന്തോഷമോ. എന്താണ് കാരണമെന്നറിയോ? എന്താണ് കാരണമെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ മാത ശാബുൻ തായിബുൻ യർഫഉല്ലാഹു അദാബ മിൻ മഖാബിരിൽ മുസ്ലിമീന 40. പടച്ചവരെ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ഒരു തെറ്റുണ്ടല്ലോ. അല്ലാഹുവേ, ഞാനൊരു തെറ്റ് ചെയ്തു തമ്പുരാനെ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം അല്ലാഹുവിനോട് ഏറ്റുപറഞ്ഞോ നിന്റെ ജനാസ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുമ്പോ നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്ന 40 ഖബറാളികൾക്ക് നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു പുറത്തു കൊടുക്കും. നിന്റെ മഹത്വം കൊണ്ട്, നിന്റെ മഹത്വം കൊണ്ട് നിന്റെ ചാരത്ത് കിടക്കുന്ന ഖബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ മാത്രമല്ല രക്ഷപ്പെടുന്നത്, നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവർ പോലും, നിന്റെ ഖബറിന്റെ പരിസരത്ത് കിടക്കുന്ന മറ്റുള്ള ഖബറാളികൾക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഇന്ന് തൗബ ചെയ്യാതെ പിരിയല്ലേ പൊന്നുമോരെ. ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് പിരിഞ്ഞു പോയാ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ലോ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലമല്ല ഞാൻ പറഞ്ഞത്. നിന്റെ ഖബറിന്റെ ചാരത്ത് കിടക്കുന്നവർക്ക് പോലും അല്ലാഹു പുറത്തു കൊടുക്കുമെങ്കില് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്തെല്ലാ പാപങ്ങൾ ചെയ്ത പൊന്നുമോള്, ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവളല്ലേ, എവിടെ കൊണ്ട് കഴുകിക്കളയാറോ. അതുകൊണ്ട് പെങ്ങളെ, തൗബ ചെയ്യാതെ പിരിയാ പാടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഒരു ജനാസ ഖബറിന്റെ അകത്തിറക്കി വെക്കുമ്പോ ആ ഖബറിന്റെ ചാരത്തുള്ളവർ മുഴുവനും ആ മയ്യത്തിനോട് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ രംഗമെന്തെന്നറിയുവോ? മൂന്നാമത്തെ രംഗമെന്തെന്നറിയുവോ? ചെറുപ്പക്കാരാ, അല്ലാഹുവേ, പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരികയാ, പൊന്നുമോനെ, ഖബറിന്റെ അകത്തേക്ക് ജനാസ ഇറക്കി വെക്കുമല്ലോ. ഏതൊരു മനുഷ്യന്റെയും ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു, പലകയെടുത്ത് നിരത്തി, എല്ലാവരും ഖബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരി എറിഞ്ഞു. അവസാനം അല്ലാഹുവേ, ഖബറിന്റെ മുകളിൽ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞു, 2 ചെടികളെടുത്ത് നട്ട് കഴിഞ്ഞു, ഒരു ബക്കറ്റ് വെള്ളമെടുത്തിട്ട് ഖബറിന്റെ മുകളിൽ ഒടിച്ചു കഴിഞ്ഞു. പള്ളിയിലെ ഉസ്താദ് ഖബറിന്റെ ചാരത്തേക്ക് കടന്നു വന്നു.
പള്ളിയിലെ ഉസ്താദ് ഖബറിന്റെ ചാരത്ത് വന്നു. അവിടെ നിന്നൊരു ഫാത്തിഹ ഇടുമല്ലോ, അവിടെ നിന്നൊരു ഫാത്തിഹ പോതുമല്ലോ. എന്നിട്ട് എല്ലാവരും ഖബറിന്റെ മുകളിൽ നിന്ന് സൂറത്തു യാസീൻ, അല്ലാഹുവേ ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതുമല്ലോ. എല്ലാ ചെറുപ്പക്കാരാ അതാ ഉസ്താദന്മാര് യാസീൻ ഓതുമ്പോ ചിലർ പറയും ഉസ്താദിന് കഥാ കൈമടക്ക് കെട്ടുന്നതിന് വേണ്ടിയാ. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവര്, എടാ മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതുന്നത് എന്തിനെന്നറിയോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുവോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യർഫഉ അൻഹു അദാബ 40 യൗമാ. മരിച്ചുപോയ നിന്റെ വാപ്പയുടെ ഖബറിന്റെ മുകളില് നിന്നിട്ട് യാസീൻ ഓതിയാ 40 ദിവസം അല്ലാഹു നിന്റെ വാപ്പയോട് കരുണ കാണിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മരിച്ചുപോയ മാതാപിതാക്കളുടെ ഖബറിന്റെ മുകളില് ചെന്ന് നിന്നിട്ട് ആത്മാർത്ഥമായിട്ടൊരു യാസീൻ ഓതിയാ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പ 40 ദിവസം രക്ഷപ്പെടുകയാ. അല്ലാഹു അദാബുകളെ തൊട്ട് കാക്കുകയാണ്. പടച്ചറപ്പ് കരുണ കാണിക്കുമെന്ന് പ്രവാചകൻ പറയുമ്പോ ചെറുപ്പക്കാരാ ഖുർആനിനെ കുറിച്ച് എന്തേ ചിന്തിക്കാത്തത്? ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാസിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ലാഹ് വതിൽകൽ അംസാലു നളിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. ഈ ഖുർആനെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ ഇറക്കിയിരുന്നെങ്കിൽ ഭയന്നിട്ട് ആ പർവ്വതം പോലും പൊടിഞ്ഞു പോകുമായിരുന്നു. ചെറുപ്പക്കാരാ, എന്തേ മോരെ ചിന്തിക്കാത്തത്? എന്തേ ചെറുപ്പക്കാരാ ചിന്തിക്കാത്തത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അതാ മയ്യത്തിന്റെ ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഇത്രയും പ്രതിഫലം കിട്ടുമെങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന് ഖുർആൻ ഓതുന്നവനാണെങ്കിൽ, ഖുർആൻ ഓതിയവനാണെങ്കിൽ, ഖുർആൻ പഠിച്ചവനായിരുന്നെങ്കിൽ, ഖുർആനിനെ ഇഷ്ടപ്പെട്ടവനായിരുന്നെങ്കിൽ, ഖുർആനിനെ സ്നേഹിച്ചവനായിരുന്നെങ്കിൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? മൂന്നാമത്തെ രംഗം ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. എന്തിനാ ഉസ്താദെ ഖബറിന്റെ മോളി വെച്ച് യാസീൻ ഓതുന്നത്? കൈമടക്കോല്ലം മേടിക്കാനാ? അല്ലടാ അനിയ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഖബറിന്റെ മുകളിൽ വെച്ച് യാസീൻ ഓതിയാൽ 40 ദിവസം അല്ലാഹു ആ മയ്യത്തിനോട് കരുണ കാണിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സാലിഹായ സന്താനങ്ങളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. മക്കളെ കിട്ടിയിട്ട് കാര്യമില്ല, വെറുതെ 3-4 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയാൽ നല്ലത് കിട്ടണം, കിട്ടിയാൽ നല്ല മക്കളെ കിട്ടണം. എങ്ങനത്തെ മക്കള്? എങ്ങനത്തെ മക്കള്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, കിട്ടുവാണെങ്കിൽ സാലിഹായ സന്താനം കിട്ടണം. ചില മക്കളെ കണ്ടിട്ടില്ലേ? അള്ളാഹ് വലിയ മക്കളാ, താടിയുണ്ട്, തഴമ്പുണ്ട്, വലിയ ആൾക്കാരൊക്കെയാ, വഅദിന് മുൻസബിലുണ്ട്, ദുആ ചെയ്യാനുണ്ട്, സദക്ക കൊടുക്കാനുണ്ട്, എല്ലാ കാര്യത്തിനും മുമ്പിലുണ്ട്. വാപ്പായും ഉമ്മായും കൊണ്ട് പള്ളിക്കാട്ടി കൊണ്ടിട്ടാ പിന്നെ ആ പരിസരത്തോട്ട് പോകത്തില്ല. എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? എന്തിനാ ഇങ്ങനെയുള്ളവന്മാര്? കിട്ടിയിട്ട് പ്രയോജനമില്ല. വാപ്പായും ഉമ്മായും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, അവരായി അവരുടെ പാടായി, അങ്ങോട്ട് പിന്നെ പോയിട്ട് കാര്യമില്ല. അങ്ങനെയുള്ളതിനെ കിട്ടിയിട്ട് കാര്യമില്ല. എന്ത് പറഞ്ഞു? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മരിച്ചവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം. അങ്ങനെയുള്ള മക്കളിൽ അള്ളാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. അങ്ങനെയുള്ള മക്കളിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങോട്ട് വന്നപ്പോഴും മജ്ലിസ് നൂറിന്റെ സദസ്സിൽ വെച്ചിട്ട് ഒരു ചെറിയ കുട്ടി, അവനാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, ഞാൻ ഖുർആൻ പഠിക്കാം 5 ജുസു ആണെന്ന് തോന്നുന്നു. ഏതൊരു കുട്ടി എന്നോട് പറഞ്ഞു, അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ആ പൊന്നുമോനെ ഹാഫിളാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവനെ നല്ല പഠിക്കാനുള്ള ഓർമ്മയും ബുദ്ധിയും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മക്കളതാ, മാതാപിതാക്കള്. ഈ 2 ദിവസം മുമ്പ് ഒരിടത്ത് വയതിന് പോയപ്പോൾ ഒരു കുട്ടി പറയുന്നു, ഉസ്താദെ എനിക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, എൻ്റെ വാപ്പായും ഉമ്മായും വിടുന്നില്ല. അങ്ങനെ ചില സാധനങ്ങൾ. അവന് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവൻ 100 രൂപ തന്നിരിക്കുന്നത് എൻ്റെ മാതാപിതാക്കൾക്ക് എന്നെ പഠിക്കാൻ വിടാനുള്ള ആഗ്രഹം കിട്ടാൻ. അങ്ങനെയും മക്കൾ
അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിൻ്റെ മുകളിൽ വെച്ച് ഖുർആൻ ഓതിയ ഖബറിൻ്റെ അകത്ത് കിടക്കുന്ന മനുഷ്യൻ ഈ പ്രതിഫലമാണെങ്കിൽ അകത്ത് കിടക്കുന്നവൻ ഖുർആൻ ഓതിയ കിട്ടുന്ന പ്രതിഫലം എന്തായിരിക്കും? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിൻ്റെ ഒന്നാമത്തെ രാത്രി മണിയറയിൽ കടന്നവരാ നമ്മളിൽ പലരും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. കല്യാണം കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. എന്താ വാപ്പ നിങ്ങൾക്ക് പൊക്കാ ഒരു മടി? ഓർമ്മിപ്പിക്കല്ലേ ഉസ്താദേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ ഇങ്ങോട്ട് വയലിന് വന്നപ്പോൾ പലരും എന്നോട്, ഞാൻ ആദിക്കാട്ട് കുളങ്ങരയിൽ പറഞ്ഞത് ഭർത്താക്കന്മാർക്ക് ഭാര്യമാരോടുള്ള കടമകളെ കുറിച്ചാണ്. എൻ്റെ വിഷയം തന്നെ ഞാനിന്ന് പെണ്ണുങ്ങളെ കുറിച്ച് പറയണം. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, 3 പേരും പറഞ്ഞത് ഉസ്താദേ പെണ്ണുങ്ങളെ കുറിച്ചൊന്ന് വയല് പറയണം കേട്ടാ. ഭർത്താക്കന്മാരെ വരച്ച വരെ നിർത്തുന്ന ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താക്കന്മാരെ ചീത്ത വിളിക്കുന്ന പെണ്ണുങ്ങളുണ്ട്. നിങ്ങൾ ആദിക്കാട്ട് കുളങ്ങര വയല് പറഞ്ഞപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഭർത്താവിൻ്റെ കടമയാ ഭാര്യയുടെ മുഖത്തടിക്കാൻ പാടില്ല, ഭാര്യയെ ചീത്ത വിളിക്കാൻ പാടില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഭർത്താവിൻ്റെ ബാധ്യതയാണ് ഭാര്യയുടെ മുഖത്തടിക്കരുത്, ഭർത്താവിനെ ചീത്ത വിളിക്കരുത്. ആ വയല് കേട്ട ചെറുപ്പക്കാരനാണെന്ന് തോന്നുന്നു, എന്നോട് പറഞ്ഞു, ഉസ്താദ് ഇവിടെ പെണ്ണുങ്ങൾ തിരിച്ചു വിളിക്കണ വിളി വല്ലാത്ത വിളിയാ, ഒന്ന് പറഞ്ഞേക്കണേ. വിളിച്ചോ പെണ്ണുങ്ങളൊക്കെ വിളിച്ചോ, നല്ലതുപോലെ വിളിച്ചോ. അവസാനം ഒരു വിളി വിളിക്കേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. സാരമായി തള്ളിക്കളയാനല്ല എൻ്റെ പ്രിയപ്പെട്ടവർ. ഞാൻ പെണ്ണുങ്ങളെ ഒന്നും പറയൂല, ഞാൻ പെണ്ണുങ്ങളെ ഒന്നും പറയൂല. ആ പെണ്ണിൻ്റെ ഭർത്താവ് ആണാന്ന് പറഞ്ഞ് നടക്കുന്നില്ല, അവനെക്കുറിച്ച് ആലോചിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദ, ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കടക്കാത്ത 3 ഭർത്താക്കന്മാരുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. ഒരു കാലത്തും അള്ളാഹിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 ഭർത്താക്കന്മാരുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഈ കള്ളുകുടിയനല്ലെന്ന്, പലിശ തിന്നുന്നവനല്ല, വ്യഭിചരിച്ച് നടക്കുന്നവനല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. ആരാ 3 ഭർത്താക്കന്മാരെന്നറിയോ? അള്ളാന്റെ റസൂല് പറഞ്ഞു, സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദ, ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 ഭർത്താക്കന്മാർ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആ കൂട്ടത്തിൽ നിന്റെ പേരുണ്ടോന്ന് അറിയണോ? അറിയണോ? നീ ഉണ്ടോന്ന് അറിയണോ? താല്പര്യമുള്ളവരെന്ന് കൈവക്കിക്കേ. എന്തേ വാപ്പാ ഇപ്പൊ തന്നെ ഉറപ്പിച്ചോ? നീ വെക്കണില്ല. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് ഭർത്താവ്? റക്കപ്പറ. നമ്മുടെ നാട്ടിൽ, എൻ്റെ നാട്ടിൽ പറയും പെൺകോന്തൻ. ഇവിടെ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല. ലൈവ് ഉണ്ടോടാ വാഴത്? ഇവിടെ നാട്ടിൽ പെണ്ണടിമ. പെണ്ണും പിള്ള പറഞ്ഞ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി, യന്ത്രവാ, ചലിക്കൂല അങ്ങോട്ടും ഇങ്ങോട്ടും. ഭാര്യയുടെ അടിമയായിട്ട് കഴിയുന്ന ഭർത്താവ്. അള്ളാഹു കാക്കുമാറാകട്ടെ. ചില ഭർത്താക്കന്മാരെ കണ്ടാ വിചാരിക്കും ഇവനെ കെട്ടിയത് അവളാണെന്ന വിചാരം. പെണ്ണ് കെട്ടിയത് ആരാ? ഭർത്താവിനെ ഞാൻ കെട്ടി. അങ്ങനെ ചില പെണ്ണുങ്ങൾ. അള്ളാഹു ആലം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ ചെറുപ്പക്കാരാ, ഉസ്താദെ ഞാൻ പറഞ്ഞ അവള് കേൾക്കൂല ഉസ്താദെ. നാണമില്ലേ വാപ്പ നിനക്കിത് പറയാൻ? നാണമില്ലേ? നീ കെട്ടിയ നീ ചെലവിന് കൊടുക്കണം. നിന്റെ പെണ്ണും പിള്ളയെ നിരക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഭർത്താവ് എന്ന് പറഞ്ഞ് നടക്കണേ? അല്ലേ? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. തല്ലണോന്നല്ല ഞാൻ പറഞ്ഞത്. വയല് കഴിഞ്ഞിട്ട് പള്ളി വന്നാ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പോകും. അല്ലാഹ് അസറിന് വന്നതാ. അസറിന് വന്നാ പിന്നെ പടച്ചവൻ അസർ മുതൽ മഗ്രിബ് വരെ പള്ളിയിൽ സലാത്തും പറഞ്ഞ് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതി ഹദ്ദാദ് ഓതി ഇശായി നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ കാലിന്റെ മോളിൽ കാലും കെറ്റിയിട്ട് ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുക ആമിന, രാജാവ് റാണി ഇരിക്കണ പോലെ. ഈ മനുഷ്യൻ കേറി ഇങ്ങനെ മിണ്ടാതല്ലാ പോയി അങ്ങ് മിണ്ടാ പോവാ. അള്ളാഹു വെറുതെ വിടത്തില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. എടുത്തിട്ട് ഒറ്റ ഏറി ടി വി അസ്സലാമു അലൈക്കും കഴിഞ്ഞു. ഭാര്യയോട് പറയണം, ഇത് കാണരുത്, ഇത് കാണരുത്, കാണരുതെന്ന് പറഞ്ഞാൽ കാണരുത്, അത്ര തന്നെ. എടുത്ത് കളയണം എന്ന് നീ ഉസ്താദിൻ്റെ അടുക്ക പോയിട്ട് പറയുമല്ലോ, ഉസ്താദെ വീട്ടിൽ സമാധാനമല്ലോ ഉസ്താദെ, കന്നിമൂലയ്ക്ക് എന്തോ കുഴപ്പം? കന്നിയുടെ മൂലയ്ക്കല്ല കുഴപ്പം, പറയണില്ല. കന്നിമൂല നിന്റെ വീട്ടിനകത്ത് ഒരു കാലത്തും ബർക്കത്ത് എങ്ങനെ ഉണ്ടാകാനാ? ആ ശൈത്താൻ പെട്ടി എടുത്ത് കള, ബർക്കത്തുണ്ടാകും നിന്റെ വീട്ടിൽ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എടുത്ത് കളയണം. ഇസ്ലാം പറയുന്നില്ല നീ പറയുന്നത് അനുസരിക്കാത്ത ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഒരു ദീനും പറയുന്നില്ല.
നീ പറയുന്നത് കാണണ്ടെന്ന് പറഞ്ഞാൽ കാണണ്ട, കാണും. 5 നയാ പൈസ നീ ചെലവിന് കൊടുക്കണ്ട. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവ് പറയുന്നത് അനുസരിക്കാത്ത ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഭാര്യയെ തല്ലണോന്ന് ഞാൻ പറയില്ല. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ തല്ലാൻ പാടില്ല. റസൂലുള്ളാഹി തല്ലിയിട്ടുമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്നാൽ ചില സമയത്ത് പെണ്ണുങ്ങൾ താതാന്ന് പറഞ്ഞ് പുറകെ നടക്കും. കൊടുക്കാതിരിക്കാൻ പറ്റുമോ? എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നത്, ഭാര്യ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പെണ്ണുങ്ങൾക്ക് ദേഷ്യമുണ്ടായ ആണുങ്ങൾ മിണ്ടാതിരിക്കല ഏറ്റവും നല്ലത്. ഭർത്താക്കന്മാര് മിണ്ടരുത്, സംസാരിക്കാതിരിക്കുക. കാരണം എന്തേ? നീ എന്തെങ്കിലും സംസാരിച്ച അവൾ അതിന് മറുപടി പറയും. നീ അതിന് മറുപടി പറയുമ്പോൾ അവൾ വീണ്ടും പറയും തറതല. അവസാനം പറഞ്ഞ് പിന്നെ പറച്ചിലൊന്നുമില്ല, പെടലിക്കൊന്ന് കൊടുക്കും. കൊണ്ട മേടിച്ചോണ്ട് എങ്ങും പോയിരിക്കില്ല. പിന്നെയും താതാന്ന് പറഞ്ഞ് പുറകെ നടക്കും. നമ്മൾ പിന്നെ വാരിക്കോരി അങ്ങോട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവൾ പെട്ടി എടുത്തോണ്ട് വീട്ടിൽ പോകും. അവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോകും. അവസാനം നിനക്കെതിരെ കേസ് കൊടുക്കും. നീ അകത്ത് പോയി ഉണ്ട തിന്നേണ്ടി വരും. അള്ളാഹു കാക്കമാറാകട്ടെ. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? മിണ്ടാതിരിക്കുക. ഏറ്റവും നല്ലതെന്താ? ഭാര്യയ്ക്ക് ദേഷ്യമുണ്ടെന്നറിഞ്ഞാൽ ഭർത്താവ് മിണ്ടാതിരിക്കുക. പെങ്ങന്മാരോട് പറയാനുള്ളത്, നിന്റെ മച്ചായിക്ക് ദേഷ്യമാണെന്നറിഞ്ഞാൽ നീ ശരീരത്തിന് നല്ലത് ഒളിച്ചിരിക്കല, എവിടെയെങ്കിലും കയറി. ഭർത്താവിന് ദേഷ്യമാണെന്നറിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മിണ്ടാതെ അടുക്കളയിൽ എവിടെങ്കിലും പോയി മിണ്ടാതിരുന്നോണം. അത് തന്നെ നല്ലത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങളെ തല്ലാൻ പാടില്ല പ്രവാചകൻ പറഞ്ഞു. പക്ഷേ 5 സമയങ്ങളിൽ പെണ്ണുങ്ങളെ തല്ലാമെന്നും ദീൻ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 5 സമയങ്ങളിൽ പറ പെണ്ണുങ്ങളെ തല്ലാം. കേൾക്കണോ? 5 സമയം കേൾക്കണോ? താല്പര്യമുള്ളവരുന്ന് കൈവക്കിക്കേ. ഇന്നത്തോടുകൂടി തീരുമാനമായി. കുടുംബം കലക്കാൻ വന്നതേ യോജിപ്പിക്കാൻ വന്നേ. പക്ഷെ പഠിക്കണമല്ലോ, ഇൽമല്ലേ. സഹോദരിമാര് പഠിക്കണം. ഇത് നിങ്ങൾക്കല്ല, പെണ്ണുങ്ങൾക്കുള്ളതാ. എന്റെ സഹോദരിമാർക്ക് പറഞ്ഞു തരുന്നതാ. എന്തിനാണെന്നറിയാവോ? സൂക്ഷിക്കാൻ. ഒന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവിനുമായി ശാരീരികമായി ബന്ധപ്പെടുന്നതിന് വേണ്ടി സമ്മതിക്കാത്ത ഭാര്യ. കിടപ്പറയിൽ അവള് രോഗിയല്ല, ആരോഗ്യമുണ്ട്, അവൾക്ക് ഒരു രോഗവുമില്ല, അവള് നല്ല നിലയിൽ നിൽക്കാ. പക്ഷെ പാവപ്പെട്ടവൻ ഗൾഫിൽ നിന്ന് വന്ന ഒരു 2 കൊല്ലം കഴിഞ്ഞാ വന്നേ, ഇവള് പിണങ്ങി നടക്കാ. പാവപ്പെട്ടവൻ 3 4 ഇങ്ങനെ നടക്കാ, സഹകരിക്കുന്നില്ല. കിടപ്പറയിൽ തന്റെ ഭർത്താവിനോട് സഹകരിക്കാത്ത ഭാര്യ, അവളെ തല്ലാമെന്ന. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ തല്ലണമെന്ന് ഞാൻ അവസാനം പറഞ്ഞുതരാം. അപ്പൊ 1 കിടപ്പറയിൽ സഹകരിക്കാത്ത ഭാര്യ. 2 ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്നവള്. പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, പിന്നെ പോയാ പിന്നെ നിനക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ പുറത്തു പോകുന്ന ഭാര്യ, അവൾക്ക് തല്ല് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാ. 3 ഇങ്ങോട്ട് നോക്ക്. 3ാമത്തെ കാര്യം, നിസ്കരിക്കൂല, നല്ല ഉറക്ക. സുബൈക്ക് ബാങ്ക് വിളിച്ചു, ഭർത്താവ് എഴുന്നേറ്റ്, പെണ്ണെ ആയിഷ എഴുന്നേറ്റ് നിസ്കരിക്കടി. ഈ മനുഷ്യൻ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ 6:30 6:45 ഓൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഒന്നും നോക്കണ്ട, ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അൽഹംദുലില്ലാഹ് ഒഴിച്ചോ. നിസ്കരിക്കാതെ നിസ്കാരം ഉപേക്ഷിക്കുന്ന ഭാര്യ, അവളെ തല്ലാം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 4 രണ്ടുപേരും കൂടെ രാത്രി ശാരീരികമായി ബന്ധപ്പെട്ടു. ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു, പള്ളിയിൽ പോയി നിസ്കരിച്ചു, തിരിച്ചു വന്നപ്പോൾ ഇവൾ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. വിളിച്ചു. അള്ളാഹു ചാടി എഴുന്നേറ്റ്, പടച്ചനിക്ക ചായ. ഓടിപ്പോയി അടുക്കളയിൽ പോയി ചായ ഇട്ട് തന്നു. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, സ്കൂളിൽ പോകാൻ സമയമായി, മക്കൾക്ക് നാസ്ത ഉണ്ടാക്കാൻ കയറി. മക്കളെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞപ്പോൾ നിനക്ക് കാപ്പി ഉണ്ടാക്കാൻ കയറി. കാപ്പി കുടിച്ചു, 10 മണിയായി. അടുത്ത മീൻ വെട്ടാൻ ഇറങ്ങി, പച്ചക്കറി റെഡിയാക്കാം. ഉച്ചയ്ക്ക് ഫുഡ് 1 2 കുളിക്കുന്നില്ല. ഒരു ദിവസമല്ല, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ. വലിയ അശുദ്ധി ഉണ്ടായിട്ട് കുളിക്കാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന ഭാര്യ, അവളെ തല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. 5 കേട്ടോ പൊട്ടന്മാര്, ചില ഭർത്താക്കന്മാര് കേൾക്കണം. 5ാമത്തെ കാര്യം എന്തെന്നറിയോ? 5ാമത്തെ കാര്യം, ഭർത്താവിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യയെ തല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. വർക്കപ്പർ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അവൾക്ക് സ്വർണം വാങ്ങിക്കൊടുക്കും, ചോദിക്കുന്ന എല്ലാ വസ്ത്രവും നീ വാങ്ങിക്കൊടുക്കും. ഇന്ന് വരെ നീ കണ്ടിട്ടുണ്ടോ ഇതുവല്ലോ? ഇന്ന് വരെ നീ ഇതുവെല്ലാം കണ്ടിട്ടുണ്ടോ? നിന്റെ ഭാര്യ വരുന്നത് കൂറ മാക്സി ഇട്ടുകൊണ്ട് വരും, അടുക്കളയിൽ നിന്ന് നേരെ കയറിയിട്ട്. നീ എന്ത് സ്വർണം വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, സാരി വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, ചുരിദാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കല്യാണത്തിന് പോകുമ്പോൾ നാട്ടുകാരെ കാണിക്കാൻ നിന്റെ ഭാര്യ. നീ എന്തിനാ ഇത് വാങ്ങിക്കൊടുത്തേ?
എന്തിനാ ഇത് വാങ്ങിക്കൊടുത്തേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മൈലാഞ്ചി ഇടാതെ കിടപ്പറയിൽ വരുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല, സുറുമ ഇടാതെ വരുന്ന ഭാര്യ ഇഷ്ടമായിരുന്നില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. കല്യാണത്തിന്റെ അന്നെങ്ങാണ്ട നിന്റെ ഭാര്യ സുറുമയിട്ടതാ നീ കണ്ടിട്ടത്? ഭാര്യ മൈലാഞ്ചി ഇട്ടുകൊണ്ട് വന്നത് അന്നാ, പിന്നെന്നവരെ കണ്ടിട്ടുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ. എടാ, നീ നിന്റെ ഭാര്യയോട് പറയണം, 50-60 അലമാരിക്കകത്ത് നിറച്ചു വെക്കാനുള്ളതല്ല, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്ത് ഇട്ടോണ്ട് വാടി കാണട്ടെ. പൊരുതിയ ചുരിദാർ ആദ്യം കാണേണ്ടത് ഞാനാ, നീ ഇട്ടോണ്ട് വാ. സാരി നീ ഉടുത്തോണ്ട് വാ. അത് ആദ്യം നിന്റെ മുന്നിൽ ഒരുങ്ങി വരാത്ത ഭാര്യ, അവളെ തല്ലാം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എങ്ങനെ തല്ലണം? പട്ടിയെ തല്ലണം പോലെ തല്ലരുത്. മുട്ടിന് താഴെ പൊട്ടാത്ത രീതിയിൽ തല്ലു കൊടുക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് നല്ലതുപോലെ സൂക്ഷിക്കുക. അള്ളാഹുവിൻ്റെ സ്വർഗം നിനക്ക് കിട്ടാക്കനിയായി പോകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ എന്ത് പറഞ്ഞപ്പോഴാണ് അങ്ങ് പോയത്? എന്തോ പറഞ്ഞപ്പോൾ പോയതാ. എന്താ പറഞ്ഞോണ്ടിരുന്നേ? അപ്പൊ ഖബറ് മണിയറ അവിടെ തന്നെ. മണിയറ ഇവിടെയല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ സദസ്സിലിരിക്കുന്ന ആർക്കെങ്കിലും മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. മണ്ണറയാണ് മണിയറയാക്കേണ്ടത്. ആർക്കെങ്കിലും മണ്ണറ മണിയറയാക്കാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും കുറ്റിത്തെരുവ് പള്ളിയുടെ കബർസാരിലേക്ക് 3 കഷ്ടം വെള്ളത്തുടി, അല്ലാഹുവേ, അതിന് കരയില്ല, മോഡലില്ല, ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത 3 കഷ്ടം വെള്ളത്തുടിക്കകത്ത് പൊതിഞ്ഞിട്ട് പച്ചമണ്ണിലേക്ക് നിന്റെ മയ്യത്തിറക്കി വെക്കുമ്പോ ആ മണ്ണറ മണിയറയാക്കടോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, വിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു സൂറത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആനിലെ 30 ആയത്തുള്ള ഒരു ചെറിയ സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാ അവന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഏത് സൂറത്താണെന്നറിയുമോ ചെറുപ്പക്കാരാ? നിന്റെ മണ്ണറ മണിയറയാക്കാ, നിന്റെ 6 അടി മണ്ണ സ്വർഗമാക്കാ. സ്വർഗത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ, സ്വർണ്ണത്തിന്റെ വിരിപ്പിന്റെ മുകളിൽ കാലിന്റെ ഭാഗത്ത് നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമായ സ്വർഗത്തിന്റെ കവാടം ഇങ്ങനെ തുറക്കുകയാ. എന്തിനാടാ പൊന്നുമോരെ? ഖബറിന്റെ അകത്ത് വരുന്ന മലക്കുകൾ പോലും നിന്നോട് പറയുന്നതെന്തെന്നറിയുമോ? ലംഘനവുമത്തില്ലാറോ പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ ഇതിനകത്ത് കിടന്നുറങ്ങടാ എന്ന് മലക്കുകൾ പറയുന്നത് കേൾക്കടോ ചെറുപ്പക്കാരാ. ഓതണ്ട സൂറത്ത് ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്കുണ്ടല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്കുണ്ടല്ലോ, തബാറകല്ലദീ എന്ന് പറയുന്ന തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ. ഈ സൂറത്ത് ഏതെങ്കിലും മനുഷ്യൻ എല്ലാ ദിവസവും ഓതിയാ അവന്റെ മണ്ണറ അല്ലാഹു മണിയറയാക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ഓതണ്ടതെപ്പോഴാണെന്നറിയുവോ വാപ്പാ? ഓതണ്ടതെപ്പോഴാണെന്നറിയുവോ പെങ്ങളേ? മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ, അല്ലാഹുവേ, ഏറ്റവും പുണ്യമായ സമയമുണ്ടല്ലോ, ഹിജാബത്തുള്ള സമയമുണ്ടല്ലോ, പഠിച്ചാ മനസ്സിലാകുന്ന സമയമുണ്ടല്ലോ. മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് ആ സമയത്താണ് മണ്ണറ മണിയറയാക്കാറുള്ള സൂറത്ത് ഓതേണ്ടതെന്ന് പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, ആ സമയത്താണ് എന്റെ ഉമ്മയിരുന്ന് കരയുന്നത്, എന്റെ പെങ്ങളിരുന്ന് കരയുന്നത്. മരണത്തെ കുറിച്ചോർത്തല്ല, ഖബറിനെ കുറിച്ചോർത്തല്ല, മാരക രോഗങ്ങളെ കുറിച്ചോർത്തല്ല, മഹ്ശറയെ കുറിച്ചല്ല, ഖബറിന്റെ ഏകാന്തതയെ കുറിച്ചല്ല, അല്ലാഹുവിന്റെ വിചാരണയെ കുറിച്ചോർത്തല്ല. പിന്നെ മുടിയെല്ലാം നരച്ചുപോയ ഒരുപാട് രോഗങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുന്ന, അതാ മരണത്തിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, പടച്ചവരെ കണ്ണിലൂടെ കണ്ടിറങ്ങുന്നതാ നിറഞ്ഞൊഴുകുകയാണ്.